ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നതിലെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇതിൽ പറയുന്നത് ഒരു സോളിഡ് എടുത്തു കഴിഞ്ഞാൽ സോളിഡ്സിൻ്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മളൊരു സ്പ്രിങ് കണക്ട് ചെയ്തേക്കുവാണെന്ന് കരുതുക. ഒരു സ്പ്രിങ് കണക്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് ആ സ്പ്രിങ്ങിൻ്റെ താഴെ ഒരു വെയിറ്റ് ഇടുവാണെന്ന് കരുതുക. ഒരു ബ്ലോക്ക്, ഒരു വുഡൻ്റെ ബ്ലോക്കോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും മെറ്റലിൻ്റെ ബ്ലോക്കോ തൂക്കുവാണെങ്കിൽ എന്ത് പറ്റും? അത് പതുക്കെ താഴേക്ക് താന്നു പോരുന്നതായിട്ട് കാണാം. അതല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാലും അത് താഴേക്ക് താന്നു പോരും. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇത്രയാണ് താഴേക്ക് താന്നേക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നോക്കിക്കുക, നമ്മൾ ഈ ഒരു സ്പ്രിങ്ങിനുള്ളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആ സ്പ്രിങ്ങിന് ലെങ്ത് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി പകരം നമ്മളൊരു ബലൂണാണ്, ഒരു വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂൺ പ്രസ് ചെയ്യുവാണെങ്കിൽ എന്ത് പറ്റും? പ്രസ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ ഷേപ്പിനകത്തൊരു ചേഞ്ച് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ആദ്യം ബലൂൺ ഈ ഒരു ഫോമിൽ നമ്മൾ വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ബലൂണാണെന്ന് കരുതുക. ആ ബലൂണിനെ നമ്മൾ ഈ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ബലൂണിൻ്റെ ഷേപ്പിനകത്തൊരു ചെറിയ ചേഞ്ച് വന്നു. ഇപ്പോൾ ബലൂൺ ഇങ്ങനെ ആയെന്ന് കരുതുക. ഒരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്തപ്പോഴത്തേനും ബലൂണിൻ്റെ ഷേപ്പ് ഇങ്ങനെയായിട്ട് മാറി. അപ്പോൾ ചില ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ അതിൻ്റെ സൈസിനോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിനോ ഒക്കെ ചേഞ്ച് വരാം. അങ്ങനെ ചേഞ്ച് വരുത്തുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. ഡീഫോമിംഗ് ഫോഴ്സ്. ഇപ്പോൾ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസിനോ ഷേപ്പിനോ ചേഞ്ച് വരാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കുക, നമ്മളിപ്പോൾ ഇവിടെ ഫോഴ്സ് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ പിടിച്ച് താഴേക്ക് വലിക്കുന്നു. ഒരു ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. ഒരു 10 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. താഴേക്ക് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ നീണ്ടു വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 10 ന്യൂട്ടൺ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് ഇതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ പോരില്ലേ? അതായത് 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ഇതിങ്ങനെയായിട്ട് മാറി. ഇങ്ങനെ മാറിക്കഴിഞ്ഞ് ആ 10 ന്യൂട്ടൺ എടുത്ത് അത് റിമൂവ് ചെയ്തപ്പോൾ തിരിച്ച് ഈ പൊസിഷനിലേക്ക് തന്നെ പോരുന്നു. അങ്ങനെ ഉള്ള ഒബ്ജക്റ്റിൻ്റെ അല്ലെ ബോഡീസിൻ്റെ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. അതായത് ഒരു ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തു, അപ്പോൾ അതിൻ്റെ സൈസോ ഷേപ്പോ ചേഞ്ച് വന്നു. ചേഞ്ച് വന്നതിന് ശേഷം നമ്മൾ ആ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക്, ഒറിജിനൽ പൊസിഷനിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത്. ഇനി പെർഫെക്റ്റ് ആയിട്ട് ആ പഴയ പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് വിളിക്കും. എന്നാൽ തിരികെ പോകാൻ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് തിരികെ പോകാൻ യാതൊരു ടെൻഡൻസിയും കാണിക്കുന്നില്ലെങ്കിൽ അതിനെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ഇതിനിങ്ങനെ ഒരു ലെങ്ത് വൈസ് ഇങ്ങനെ ഒരു വേരിയേഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പം തിരികെ പോരുന്നു. തിരികെ പോരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതിനകത്ത് മറ്റൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതൊന്നാണ്. ഇതിന് മുന്നിലുള്ളൊരു ചാപ്റ്ററിനകത്ത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനകത്ത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിനകത്തല്ല, വർക്ക് എനർജി പവറിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്പ്രിങ്ങിൽ ഒരു ഫോഴ്സ് കൊടുത്തു, അപ്പോൾ അതിൻ്റെ ലെങ്ത് വൈസ് വേരി ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തിരികെ പോരുന്നത് ഇതിനുള്ളിൽ മറ്റൊരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? അത് തിരികെ പോരുന്നത്. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ഏരിയയിൽ ഉള്ള റീസ്റ്റോറിങ് ഫോഴ്സ് നമ്മൾ നോക്കുകയാണെന്ന് കരുതുക. ഇതിൻ്റെ യൂണിറ്റ് ഏരിയ എടുത്ത് ഈ സ്പ്രിങ്ങിൻ്റെ യൂണിറ്റ് ഏരിയയിൽ എന്തുമാത്രം റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുന്നു. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സ്ഥാനത്ത് എന്തെന്ന് എഴുതാം? F/A എന്ന് കൊടുക്കാം. സോ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ബൈ ഏരിയ. ഇനി ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ്? എന്ത് വരും? ഫോഴ്സിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ യൂണിറ്റ് ഇട്ട് കൊടുക്കുക. സോ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും?
ഫോഴ്സിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയയുടെ സ്ഥാനത്ത് അതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ എന്നും പറയാം. ഇനി ഡയമെൻഷൻ എന്തായിരിക്കും? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? m(L(T)⁻²) ആണ്, ഡിവൈഡഡ് ബൈ ഒരു L² വന്നു. ഏരിയയുടെ ഡയമെൻഷൻ L² ആണ്. അപ്പോൾ എന്ത് കിട്ടും? ഇതിനകത്ത് ഈ ഒരു എല്ലും ഒരു സ്ക്വയറൂടെ വെട്ടിപ്പോയി, മിച്ചം ml(−1) T(−2). ഇതാണ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിങ് ഫോഴ്സിനെയാണ് നമുക്ക് സ്ട്രെസ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. ഇനി പകരം ഇതിനെ റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ സ്ഥാനത്ത് ഡീഫോമിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ? ശരിയാണ്. കാരണം എന്താ? നമ്മൾ ഡീഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടോ അത്രയും തന്നെ ഫോഴ്സ് ആയിരിക്കും ഇതിനകത്തും ഡെവലപ്പ് ചെയ്യുന്നത്. സോ റീസ്റ്റോറിങ് ഫോഴ്സും ഡീഫോമിങ് ഫോഴ്സും ഈക്വൽ ആയിരിക്കും, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. കാരണം നമ്മൾ ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ഡീഫോമിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാകുമ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഇതിനുള്ളിലേക്കായിരിക്കും, ഇപ്പുറത്തെ സൈഡിലേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കാം, ഇതിൻ്റെ ആദ്യത്തെ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ L വെച്ച് റെപ്രസെൻ്റ് ചെയ്തെന്ന് കരുതുക. ഈ സ്പ്രിങ്ങിൻ്റെ ആദ്യത്തെ ലെങ്ത് ക്യാപിറ്റൽ ലെറ്റർ L ആയിരുന്നു. സോ ഇവിടം വരെയുള്ള അതിൻ്റെ നീളം, ഇവിടം വരെയുള്ള നീളം എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? L ആണ്. ഇതാണ് ഒറിജിനൽ ലെങ്ത്. പിന്നെ ഇവിടെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതിനെ സ്മോളർ L എന്ന് വിളിച്ചെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്യുവാണെന്ന് കരുതുക. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു, ഇതിന് പറഞ്ഞ ഈ റേഷ്യോയ്ക്ക് വിളിക്കുന്ന പേരാണ് സ്ട്രെയിൻ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്തിനെ സ്ട്രെയിൻ എന്ന് വിളിച്ചു. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കിയാൽ ലെങ്തിനകത്താണ് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ലെങ്ത് വന്നു. പകരം വോളിയമാണ് ചേഞ്ച് ചെയ്തിരുന്നെങ്കിലോ ഇവിടെ വോളിയം വന്നേനെ. അപ്പം ഏത് പ്രോപ്പർട്ടിക്കകത്താണോ വ്യത്യാസം വരുന്നത് അതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് ഈ ലെങ്ത് എന്നുള്ളത് മാറ്റിയിട്ട് ഇവിടെ ഡയമെൻഷൻ എന്ന് കൊടുക്കാം. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്ന് കൊടുത്തു. അതായത് ലെങ്ത് തന്നെ ആവണമെന്നില്ല വേരി ചെയ്യുന്നത്, ലെങ്തോ വോളിയോ എന്ത് വേണേലും വേരി ചെയ്യാം. ആ വേരി ചെയ്യുന്ന ഏതാണോ അത് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷനെ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും. ഇതിന് യൂണിറ്റ് കാണുമോ? യൂണിറ്റ് കാണത്തില്ല. കാരണം എന്താ? ന്യൂമറേറ്ററിൽ ഇപ്പോൾ ഇവിടെ ലെങ്ത് ആണെങ്കിൽ ന്യൂമറേറ്ററിലും മീറ്റർ വരും, ഡിനോമിനേറ്ററിലും മീറ്റർ വരും. സോ മീറ്ററും മീറ്ററൂടെ കട്ട് ചെയ്ത് പോയിട്ട് യൂണിറ്റ് കാണിയേല. നോ യൂണിറ്റ്. യൂണിറ്റ് ഇല്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്ട്രെയിൻ്റെ ഇക്വേഷൻ കിട്ടി, യൂണിറ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഡയമെൻഷൻ എന്തായിരിക്കും? മുകളിൽ ഇപ്പോൾ ഇവിടെ രണ്ട് കേസും ലെങ്ത് തന്നെയാണെങ്കിൽ എന്തായിരിക്കും? മുകളിലത്തെ സെയിം ഡയമെൻഷൻ തന്നെയല്ലേ താഴെയും വരുള്ളൂ. രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ ഡയമെൻഷൻലെസ് ആയിരിക്കും ഇത്. അപ്പോൾ നമ്മളിവിടെ സ്ട്രെസ് എന്താണെന്നും സ്ട്രെയിൻ എന്താണെന്നും പറഞ്ഞു. ഇനി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചുകൊണ്ട് ഏത് ഡയറക്ഷനിലാണോ ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് സ്ട്രെസ്സ് മാറിക്കൊണ്ടിരിക്കും. സ്ട്രെസ്സിന് പല പല പേരുകൾ പറയും. അതുപോലെ തന്നെ ഏത് ഡയമെൻഷനകത്താണോ ചേഞ്ച് വരുന്നത് അതനുസരിച്ച് സ്ട്രെയിനും മാറിക്കൊണ്ടിരിക്കും. സ്ട്രെയിനും പല പല പേരുകൾ പറയും. അത് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.